അപ്പോൾ നമ്മൾ ഒരു ട്രക്കിംഗ് ആണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ നിന്ന് കോട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കോട്ട് നമുക്ക് ഇവിടെ റെന്റിന് 250 രൂപയാണ്. കോട്ടും നമ്മുടെ ഷൂവും കൂടെ ചേർത്ത് വരുന്നത് 250 രൂപയ്ക്കാണ്. പക്ഷേ ഇന്ന് ഫുൾ ടൈമാണ്. അപ്പോൾ എന്തായാലും ഇതെടുത്താലും നമുക്ക് ഇനി മൊത്തം ഐസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് വേണം. അപ്പോൾ അങ്ങനെ റെന്റിന് എടുത്തോണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. ആ അപ്പോൾ എല്ലാവരും എടുക്കട്ടെ. ടപേ ടപേ പെൻഗിൻ കിടന്ന് എന്തോ കാണിക്കുകയാണ്. കീർത്തിയും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും സെറ്റ് ആയിട്ടുണ്ട്. കുഞ്ചേ അതിന്റെ ഷൂട്ട് ഉണ്ടോ നമുക്ക്? അതിക്കുള്ള കളർ ഇതാണ്. അപ്പൊ ഇങ്ങനെ നോക്കാം. ആദ്യം ഒരു കാലത്തൂടെ ഒരുമാതിരി ചന്ദ്രനിൽ വന്ന പോലെ മസിൽ പിടിച്ച് നിന്നാലും ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, റെക്കോർഡ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ചാവും. അതിലല്ല രണ്ടും കൂടെ ഒരു കാലിൽ കയറ്റിയാലും മതിയടാ, കുഴപ്പമില്ല. അത് കൈയിടാതെ അച്ഛാ പാൻറ് ടാങ്ങിനകത്ത് ഇറങ്ങാൻ. ഗെറ്റ് റെഡി. അങ്ങനെ അപ്പൂസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൂസിന്റെ കോസ്റ്റ്യൂം ഇതാണ് വരുന്നത്. ഓക്കെ. അപ്പൊ കീർത്തി എന്തോ പാടുപെടുന്നുണ്ടല്ലോ, എന്താണ്? അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. കാണോ, നമ്മളെ 3 പേര് ഡ്രസ്സ് റെഡി ആയിട്ട് ചന്ദ്രനിൽ നിന്ന് വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ ഇനി 4ാമത്തെ ആളിന്റെ ഡ്രസ് ഇതാണ്. നിന്നെ അവിടെ കാണിച്ചിട്ടുണ്ടേ. ബാക്കി ഓക്കെ റെഡി. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. എന്റെ സൈസ് എന്നെ ചതിച്ചു. നീ കണ്ടു നല്ല ലുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തായാലും കുറച്ച് കിട്ടിലം വീഡിയോകളാണ് വരുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലോട്ടും പോകാം, മഞ്ഞൾ സ്കിപ്പ് ചെയ്യാൻ പോകാം. നമ്മളിപ്പോൾ സോളങ് വാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അകത്തോട്ട് കയറുന്നത് 9 മണിക്കാണ് അല്ലേ? ആദിക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചിട്ട് സെറ്റായി. അപ്പോൾ നമ്മളിനി സോളങ് വാലി ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് കണ്ടോ, നല്ല ബ്ലോക്ക് അല്ലേ ഇത്? ഏതാതി ഉണ്ടോ ഇവിടെയൊക്കെ മഞ്ഞ് ഇതാണ്ടോ. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ ഇതാ മഞ്ഞാണ്. പക്ഷെ നമ്മൾ പിന്നെ കണ്ടോ, 2 മേഘ ഉണ്ടോ. ഇവിടെയൊക്കെ മഞ്ഞാണ്. പക്ഷേ ഇത് നമ്മൾ നല്ല ഐസ് പോലെ കിടക്കുന്ന മഞ്ഞാണ്, സെറ്റായി കിടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ബ്ലോക്കല്ല. ഇത് സംഭവം ഇനി 10 മണിക്കാണ് മുകളിലോട്ട് അലോഡ് ഉള്ളത്. അത് കാരണം എല്ലാവരും നേരത്തെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അകത്ത് കയറാനായിട്ട് അല്ലേ? അതെങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ? എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഇഷ്ടപ്പെട്ടല്ല? അപ്പോൾ പൊളി. എല്ലാവരും ഇവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈഡ് പോകാനായിട്ടുള്ള സ്പോട്ടിൽ വന്നു. പക്ഷേ അവിടെ നല്ല തിരക്കാണ്. അത് കാരണം വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റൈഡ് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇനി ഇതിനുള്ളിലോട്ടാണ് നമുക്ക് റൈഡ് പോകാനായിട്ട്. അവിടെ സെക്യൂരിറ്റി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മളിനി വെയിറ്റിംഗ് ആണ്. ഇതിനകത്താണ് നമുക്ക് ആ റൈഡ് പോകാനുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം അങ്ങ് പോ. ഗൈഡ് സ്റ്റാർട്ട് ചെയ്യണപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ കീർത്തി ഫസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൽ കയറിയ വീഴുമോ ഇല്ലയോ എന്നതാണ് നോക്കുന്നത്. ശകലം ബാക്ക് സ്റ്റിയറിങ് ഫ്രണ്ടിലോട്ട് അത് കുത്തി താഴോട്ട് വരുമ്പോൾ വരും. പതുക്കെ ഒരുപാട് ഫ്രണ്ടിലോട്ട് ആകുമ്പോഴേ ഫ്രണ്ടിലെടുത്ത് കുത്തണം. അത് എങ്കിലേ നിൽക്കുള്ളൂ കേട്ടാ. വീഴും. നേരെ അമ്മച്ചി തുഴങ്ങി വീടെത്തുമ്പോൾ ഒരു നേരമാവും. അങ്ങനെ ഇതാ തുഴയുകയാണ്. ആദ്യ ഫസ്റ്റ് ബാക്ക് സ്ലിപ്പായി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഫ്രണ്ട് കുത്തണം. അത്രേ ഉള്ളൂ. കീർത്തി പഠിച്ചു. അമ്മച്ചി കൂടി നിൽക്കുമ്പോൾ ഇതാ വീഴാനായി പോവുകയാണ്. കീർത്തി പോവുകയാണ്. പതുക്കെ ഫ്രണ്ട് സ്പീഡ് കൂടുമ്പോൾ ഫ്രണ്ടിലോട്ട് കുത്തണം കേട്ടാ. കീർത്തി ബെറ്റർ ആയിട്ടുണ്ട്. കീർത്തി പഠിച്ചു. എന്നാലും സ്ലിപ്പിംഗ് ആണ്. അതാ അങ്ങനെ ആടി ഉലങ്ങി വരികയാണ് കീർത്തി. വീഴുമോ ഇല്ലയോ? എങ്ങനെയുണ്ട് കീർത്തി? ഓക്കെ, പൊളിയല്ലേ?
വളച്ചെടുത്തു. അങ്ങോട്ട് ശാലം ടാസ്ക് ആണെന്നാണ് പറയുന്നത്. ഇതാ ഇത് കുഴപ്പമില്ല. ഇതാ ഒരെണ്ണം പോകുന്നുണ്ട്. അതൊക്കെ പൊളിയാണ്. ഇതാ ഒരെണ്ണം പോകുന്നു. എവിടെ പോയി നിൽക്കുമോ നോക്കാം. ഇതാ പോകുന്നു. യെസ്. ഇതാ കീർത്തി അങ്ങനെ തള്ളിയതാ. അങ്ങനെ എല്ലാം അടുത്ത് തരാം. ഇവ എന്റെ നെഞ്ചത്തൊന്നും ഇരിക്കുള്ളൂ. വേണ്ട ഇതും ചന്ദ്രനിൽ നിന്നും ഞാൻ വന്ന അത് ഫ്രണ്ട് കുത്തിയില്ല. പിടിച്ചോ. അടുപ്പിച്ചോ. ഒതുങ്ങില്ലേ? പതുക്കെ വാ. അതാണ് ആദ്യം വെരി എക്സ്പീരിയൻസ്. വിടല്ലേ? പതുക്കെ കാൽ രണ്ടും കൂടെ അടുപ്പിച്ച് വന്നാൽ മതി. അപ്പോൾ കറക്റ്റ്. ആദ്യം സൂപ്പറാ. ആദ്യം വെരി ക്യൂട്ട്. സൂപ്പർ. പതുക്കെ. അത് അത്രേ ഉള്ളു. അത് തിരിച്ചു വരികയാണ്. ആദ്യം തിരിച്ച് പതുക്കെ. ആദ്യം ബാക്ക് അങ്ങനെ കുത്തിവിട്. അതേനെ. സൂപ്പർ. അങ്ങനെ കാലടുപ്പിന് മുത്തേ. കാലടുപ്പിച്ച് ഇങ്ങോട്ട് വെക്കുമ്പോൾ ശാല അടുപ്പിച്ച് വെച്ചാൽ മതി. തള്ളിവിട്. ബാക്കിൽ കുത്ത്. ബാക്കിൽ കുത്തിയിട്ട് തള്ളിവിട്. പതുക്കെ. കാല് പിരിഞ്ഞ് പോകാൻ വിടല്ലേ? ചെറിയപ്പോ അങ്ങനെ മഞ്ഞിലൂടെ നമ്മുടെ ആദ്യ മുന്നോട്ട്. വിഴല്ലേ? പതുക്കെ. ഒന്നുകൂടെ പോണോ? ഓക്കെ. അതെ അവൻ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടാക്ക്. പതുക്കെ ഇങ്ങോട്ടാക്ക്.
യാ അങ്ങനെ നമ്മളിവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യാ കൊണ്ടുവന്ന് ആവേശം വേണ്ട എല്ലാവർക്കും ഉണ്ട്. ആശ ഒറ്റയ്ക്ക് പോയി സെൽഫി എടുക്കുന്നത് ദോ ഇറങ്ങി വന്നിരുന്നു. പുള്ളി അങ്ങനെ വിൽക്കാൻ വേണ്ടി കൊണ്ട് ഞാൻ പുറത്തായി പോയിരുന്നു ഡൈസ്. അങ്ങനെ നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. എവിടെ ഇറങ്ങിയാ പതുക്കെ സേഫായിട്ട്. ഇപ്പൊ ഞാൻ പോയത് സേഫായിട്ട് പോവുക. നോക്കി ഓക്കെ. അയ്യോ ഇവിടെ ആർക്കെങ്കിലും പറഞ്ഞാലല്ലേ കാര്യമുള്ളൂ. ആര് വേറെ കൂടെ വന്ന ആരും ഒറ്റയ്ക്കാ വന്നേ? ബേബിയെ കാണാനില്ല, ഒരു കുട്ടിയെ കാണാനില്ലെന്നാണ് പറയുന്നത്. എന്താന്നറിയില്ല. ഏത്? ഓ ഫോണ് കാണാനില്ലെന്നാ. ഹിന്ദി അറിഞ്ഞിടത്തുണ്ട്. അവർ പറഞ്ഞത് മനസ്സിലായില്ല. ഫോണ് കാണാനില്ലെന്നാണ് അവർ പറഞ്ഞത്. എവിടെയാ വീണ് അവരുടെ ഫോണ്? വീണ്. മഞ്ഞിൽ വീഴുകയാണ് ആദി കൂടുതൽ ദേഹം കിടക്കുന്നത്. ഇവിടെ എന്തോന്നു തന്നെ? ഇതെന്താണ്? കേക്ക് ഉണ്ടാക്കിയല്ലേ? കേക്ക് വായിക്കാതെ. അങ്ങനെ നമ്മൾ ഈ പോയിന്റിൽ നിന്നും അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. അല്ലേ കീർത്തി? അല്ലേ ബ്രോ? അല്ലേ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് മണാലിയിലെ അടുത്ത പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ടണലിന് തൊട്ടടുത്തുള്ള സ്പോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ടണൽ എവിടെയെന്നല്ലേ? ഇതാ ഈ കാണുന്നത് ടണലാണ്. അതായത് 9 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് വന്ന ടണലാണ്. നിങ്ങളിപ്പോൾ അതെ ഈ കാണുന്ന ടണൽ നമ്മൾ 9 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന ടണലാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? അവിടെയാണ് നമ്മൾ അടുത്ത ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? കീർത്തി ആദ്യം അതാ നിൽക്കുന്നുണ്ട്. തണുത്ത് വിറച്ചാണ് അവർ നിൽക്കുന്നത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ 9 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന ടണലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ടണൽ വഴിയാണ് 9 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് വന്നത്. ആ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്ലേ കീർത്തി? എങ്ങനെയുണ്ട് ഈ സ്പോട്ട്? എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗി. കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ നല്ല നേരിട്ട് വന്നാൽ അത് വേറെ ലെവലാണല്ലേ? പക്ഷെ തണുപ്പിന്റെ ഒരു ഇതേ വേണ്ടത്. നമുക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഭംഗിയാണ്. ഇവിടെ നിന്ന് വേറൊരു വൈബ്, വേറൊരു ഫീലാണ്. വരണം നമ്മൾ. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ മഞ്ഞ് നമുക്ക് വാരി കളിക്കാൻ നമ്മൾ കാല് വെച്ച് കുഴിഞ്ഞു പോകും. പക്ഷെ ഇത് ചവിട്ടി നല്ല കല്ല് പോലെ കുറച്ച സ്ഥലം. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കിട്ടില്ല സ്പോട്ടാണ്. മണാലി വേറെ ലെവലാണ്. കുറവില്ല. പക്ഷെ ഒരു ഭാഗത്ത് വെയിലുണ്ട്, ഒരു ഭാഗത്ത് തണുപ്പുണ്ട്. വേറെ ലെവലല്ലേ? വേറെ ലെവൽ. ആദ്യം എന്താണ് പറയാനുള്ളത്? അയ്യടാ. എന്നാ ഓക്കെ ഛർദി